അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റിസ്വാന വക്കീലിൻ്റെ അടുത്തേക്ക് വന്ന അയാളെ കണ്ട റിസ്വാന വക്കീൽ പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. കാരണം ഒരിക്കൽ പോലും ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ചാകുന്നത് അതിപ്പോൾ എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ ഒരുമിച്ച് കഴിഞ്ഞാൽ മൂന്നാമതൊരു ബിലീസ് വരും എന്ന് വക്കീലിനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ അവിടെ നിന്ന് പെട്ടെന്ന് അവനെ ഒഴിവാക്കുകയായിരുന്നു. അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ പോലും സമ്മതിച്ചില്ല. എന്തിനായിരിക്കും അവൻ ഒറ്റയ്ക്ക് ഈ സമയത്ത് ഇങ്ങോട്ട് കയറി വരാൻ പാടുണ്ടോ? ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കായി കഴിഞ്ഞാൽ മൂന്നാമതൊരു ഇബിലീസ് അവിടെ എത്തി അവർ എന്തായാലും പിഴപ്പിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് നമ്മുടെ ഹബീബ് വിലക്കിയതാണ്. പിന്നെ എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഇനിയിപ്പോൾ കല്യാണം കഴിക്കാനല്ലേ, എന്തൊക്കെ തന്നെയായാലും എങ്ങനെയായാലും നിക്കാഹ് കഴിയാത്ത ഒരാൾ വന്നിട്ട് ഒറ്റക്ക് നിൽക്കുമ്പോൾ, അതും വിവാഹബന്ധം ഹറാമായവർ ഒഴികെ ബാക്കി ആര് തന്നെ വരികയാണെങ്കിലും അവരുടെ ഇടയിൽ ഇബ്ലീസ് വരുന്നുള്ള കാര്യം ഉറപ്പാണ്. പഠിച്ചോനെ നീ കാക്ക് അല്ലാ. എന്നാൽ ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തിയിരുന്നവളായിരുന്നു റിസ്വാന വക്കീൽ. ഒരിക്കൽ പോലും തൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റും വരരുത് എന്നവർ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവരോട് പുറത്തേക്ക് പോകുവാൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ അവന് എങ്ങനെയെങ്കിലും വക്കീലിനോട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ആ ചതി പറഞ്ഞു കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിന്നെ ജസീർ കൊണ്ടുപോകും. അതെ, അവൻ്റെ എല്ലാ തെമ്മാടിത്തരങ്ങളും നിന്നിലൂടെ അവൻ സാക്ഷാത്കരിക്കും എന്നുള്ള കാര്യം നന്നായിട്ട് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവനക്ക് നല്ല ഭയമുണ്ടായിരുന്നു. റബ്ബേ പഠിച്ചവനെ, അവളൊന്നും ചെയ്യാൻ തോന്നരുത്. എന്നാലും അവൻ പറഞ്ഞത് എന്നോട് നിക്കാഹ് കഴിച്ചിട്ട് അവൻ കൂട്ടിക്കൊണ്ടുപോകും അവൻ്റെ റൂമിലേക്ക്. എന്താന്നില്ലേ, ഒരു നാണം വേണ്ടേ? ആളുകളായാൽ നാണവും മാനവും ഇല്ലെങ്കിൽ പറഞ്ഞിട്ടെന്താ? പണം ഉണ്ടായപ്പോൾ എന്തും ചെയ്യാന്നാണ് അവരുടെയൊക്കെ വിചാരം. പഠിച്ചവനെ, എനിക്ക് എൻ്റെ ഉമ്മയുടെ ഓപ്പറേഷത്തിന് വേണ്ടി വാങ്ങിയ ആ ഒരു ക്യാഷ് തിരിച്ചു കൊടുക്കാൻ കഴിയണേ അല്ല. അന്ന് പാവം എൻ്റെ ഉമ്മയും കൂടി പറഞ്ഞയച്ചു. ഉമ്മ സുഖമില്ലാത്തൊരവസ്ഥയൊക്കെ ആയിരുന്നു. എന്നിട്ട് ഉമ്മയെയും കൂടി പറഞ്ഞയച്ചു. അതെ, അവർക്ക് വിശ്വാസം വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് പാവം എൻ്റെ ഉമ്മ അന്ന് വേദന സഹിച്ചുകൊണ്ടായിരുന്നു. അതെ, അവന് ഓപ്പറേഷനുള്ള പണം തരാമെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്കതിനു വേണ്ടി നിൽക്കേണ്ടി വന്നു. പാവം എൻ്റെ ഉമ്മ. അല്ല, ഉമ്മക്ക് വേണ്ടി ഞാൻ അവരോട് വാങ്ങിയ 6 ലക്ഷങ്ങൾ അതെനിക്ക് വേണ്ട, തിരിച്ചു കൊടുക്കണം എങ്ങനെയൊക്കെ തന്നെയാലും. കാരണം അവരെന്നെക്കൊണ്ട് ഇനി പല രീതിയിൽ പലതും ചെയ്യിപ്പിക്കുകയാണ്. അതെ റബ്ബേ, അവന് കുറച്ച് ക്യാഷ് തന്നതിൻ്റെ പേരിൽ അവൻ്റെ ജോലികളെല്ലാം എനിക്ക് വേണ്ടി തരുകയാണ്. അതും വേണ്ടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. ശരിക്കും അവൻക്ക് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. റബ്ബെ, എങ്ങനെയെങ്കിലും റിസ്വാന വക്കീലിനെ രക്ഷിക്കണം. പാവം പെണ്ണാണ്. അത് ശരിയാണ്, നല്ല രീതിയിൽ സംസാരിക്കാനും എല്ലാത്തിനും കഴിയും. പക്ഷെ പിന്നിലൂടെയുള്ള ചതികൾ അതാരും അറിയില്ലല്ലോ. എന്തൊക്കെ തന്നെയാലും അവളെ വിവരം അറിയിക്കണം. എന്നിട്ട് വിവാഹത്തിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടിയിട്ട് അവരുടെ ഒപ്പയോട് പറയണം ഇൻഷാ അല്ലാ. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ അങ്ങോട്ട് ചെന്ന സ്ഥിതിക്ക് അത് ആരായാലും ഭയക്കും. അത് ഒരു പെണ്ണ് ഒരുമിച്ച് ഒറ്റയ്ക്ക് ജീവിക്കുമ്പോഴേ ആ റൂമിലേക്ക് ഒരുത്തൻ കടന്നു ചെല്ലെന്നൊക്കെ പറഞ്ഞാൽ പലരും തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഇനി അത് മാത്രമല്ല, അത് വലിയൊരു അപകടത്തിലേക്ക് വരികയും ചെയ്യും. റബ്ബേ നീ കാക്ക്. അവൻ്റെ മനസ്സിൽ അത് എങ്ങനെയെങ്കിലും വക്കീലിനോട് പറയണമെന്നായിരുന്നു. എന്നാൽ അതിനിടയിൽ റിസ്വാന വക്കീൽ ഗൾഫിലേക്ക് പോകുവാനുള്ള തയ്യാറെടുപ്പും തുടങ്ങുന്നുണ്ട്. അതിനു മുമ്പായിട്ട് ഹാദിയയെ ഒന്ന് ചെന്ന് കാണണം ഇൻഷാ അല്ലാ. എന്നാൽ ഹാദിയയെ കാണണമെന്ന് അത്യധികം ആഗ്രഹം കൊണ്ട് തന്നെ റിസ്വാന വക്കീൽ അപ്പോൾ തന്നെ ഹാദിയയുടെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ്. വക്കീലിൻ്റെ കാറ് ഹാദിയയുടെ വിശാലമായ വീട്ടുമുറ്റത്തേക്ക് കയറ്റി. കാറ് കണ്ടപ്പോൾ തന്നെ മനസ്സിൽ ഇത് നമ്മളെ വക്കീലിൻ്റെ വണ്ടിയാണല്ലോ. ഉപ്പയുണ്ടായിരുന്നു സിറ്റ് ഔട്ടിൽ. മോളെ വരി, കയറി. മോളെ ഹാദിയ. അതെ, അവൾ വീൽ ചെയറുമായി അപ്പോഴേക്കും അടുക്കളയിൽ നിന്ന് എത്തുന്നുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഉപ്പ ഇവിടെ. ഹാദിയ, മോളെ ഇരിക്കേ. എന്താ ഇത്ര ധൃതി പിടിച്ചേ? ഒരു മുന്നറിയിപ്പില്ല എന്ന്? അല്ല കുഴപ്പമില്ല, ഞാൻ പറയാ. ഉപ്പ അതിനെന്താ, നിങ്ങളൊക്കെ ഒന്ന് കാണാൻ വന്നാണ്. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ ഗൾഫിലേക്കൊന്ന് പോവുകയാണ്. അപ്പോൾ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ അടുത്തേക്കൊന്ന് പോട്ടെ. എക്സാം ഉണ്ട്, അതിനാകുമ്പോഴത്തേനൊക്കെ ഇങ്ങോട്ട് വരും വേണം. ഇൻഷാ അല്ലാ ദുആ ചെയ്യണം കേട്ടോ. എന്നാൽ വീൽ ചെയർ തള്ളിക്കൊണ്ട് ഹാദിയ വരുന്ന ആ ഒരു ദയനീയമായ രംഗമാണ് നമ്മുടെ റിസ്വാന വക്കീൽ കണ്ടത്. അത് അവളുടെ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഒരു കുഴപ്പമില്ലാതിരുന്ന പെൺകുട്ടിയാണല്ലോ ഈ രൂപത്തിലാക്കി വിട്ടത്. ഉപ്പ
അത് ആദ്യക്ക് മോളെ എന്താ പറയാ, നമുക്ക് വിധിയില്ല. എൻ്റെ കുട്ടീനെ നടന്നു കാണാൻ എനിക്ക് വല്ലാത്തൊരു പൂതി ഉണ്ടായിരുന്നു. എൻ്റെ കുട്ടി എങ്ങനെ വണ്ടി ഓടിച്ച ആളായിരുന്നു. ഓളെ വണ്ടി പോർച്ചിൽ കിടക്കുന്നത് കാണുമ്പോൾ എൻ്റെ നെഞ്ച് പൊട്ടും മോളെ. എല്ലായിടത്തേക്കും എന്നെക്കാളും സ്പീഡിൽ അവൾ പോയിരുന്നു. അതെ, ഭയങ്കര സൂക്ഷ്മത ശ്രദ്ധ എല്ലാം ഉണ്ടായിരുന്നു. എന്താപ്പം ചെയ്യുക, അള്ളാഹുവിൻ്റെ വിധി അങ്ങനെ. ഉപ്പ നിങ്ങൾ കരയല്ലേ, സ്നേഹത്തോടെ ആ ഉപ്പയോട് പറയുന്നു. എന്നാൽ ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് വളരെയധികം സങ്കടത്തോടെയാണ് റിസ്വാന വക്കീൽ നോക്കിക്കണ്ടത്. അല്ലാ റബ്ബേ, ഏതൊരു പിതാവും മാതാവും ഒരിക്കൽ പോലും ആഗ്രഹിക്കാത്ത ഒരു സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതെ, ആ കുട്ടിയുടെ നല്ല രീതിയിൽ നടന്നിരുന്ന കുട്ടിയാണ്. സ്വന്തം ഭർത്താവ് കാലുകളെല്ലാം ഒടിച്ച് അവളെ നടക്കാൻ പറ്റാത്ത രീതിയിൽ, പടച്ചോനെ, വല്ലാത്തൊരു ദുഷ്ടൻ തന്നെയാണ് ജസീർ. അവന് ജാമ്യത്തിന് ഇറങ്ങിയെന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. റബ്ബേ പഠിച്ചോനെ, അതെ, ഞാൻ ജഡ്ജി ആവട്ടെ, എന്നിട്ടുണ്ട് കുറച്ച് നിയമങ്ങൾ പാസ്സാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ ഒരിക്കൽ പോലും ഇതുപോലെ ക്രിമിനൽസിനെ ഒരു ജാമ്യത്തിന് വിടരുത്. ഒരു പെണ്ണിൻ്റെ ജീവിതമാണല്ലോ ഇത്രയും കഷ്ടപ്പെടുത്തിയത്. അതെ, എനിക്കും കുറച്ച്, ഞാൻ വരട്ടെ, കോടതിയിലേക്ക് വരും, വരാതിരിക്കില്ല. എന്നിട്ട് ഇവൾക്ക് നീതി വാങ്ങിക്കൊടുക്കാതെ എനിക്ക് വിശ്രമമില്ല. എന്നാൽ ഹാദിയ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി. മോളെ ഹാദിയ, ആ ഇരിക്കേ വക്കീലേ. മോളെ, കാലുകൾ വേദനയുണ്ടോ? ആ ചെറുതായിട്ട്. പിന്നെന്ന് വെച്ചാൽ കാല് നിർത്താൻ ഒന്നും പറ്റില്ലല്ലോ. ആ പിന്നെ മുറിച്ച് മാറ്റുന്ന വരെ പറഞ്ഞതല്ലായിരുന്നോ? ആ കമ്പിയൊക്കെ ഇട്ടിങ്ങനെ ഇരുത്തിക്കാണ്. ഇൻഷാ അല്ലാ അതൊക്കെ മോളെ എല്ലാം റെഡി ആയിക്കോളും. മോൾ ഒന്നും കൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. പടച്ച റബ്ബുണ്ടല്ലോ, പടച്ച റബ്ബിനോട് ദുആ ചെയ്താൽ തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് നമ്മൾ ചോദിച്ചത് തരും കേട്ടോ. മോള് വിഷമിക്കല്ലേ. വക്കീൽ അവളെ ആശ്വസിപ്പിച്ചു. സത്യം പറഞ്ഞാൽ ഹാദിയ തൻ്റെ അനിയത്തിയെ പോലെയാണ് അവൾക്ക് തോന്നിയത്. അതെ, ആ വീടിനുള്ളിൽ കഴിയുന്ന ഹാദിയ അവൾക്ക് പുറം ലോകം കാണാനാവുന്നില്ല. പുറത്തേക്ക് കൊണ്ടുപോകാൻ അവൾ ആരുമില്ല. അതെ, ഒറ്റയ്ക്ക് കാറോടിച്ചിട്ട് പോയിരുന്ന ആളാണ്. ഇപ്പോഴിതാ അവളുടെ ഒരു ലോകത്ത്. അല്ല മോളെ, മോള് ക്ലാസ് കംപ്ലീറ്റ് ഇല്ല, ആശി ഉസ്താദിന് ഫ്രീ കിട്ടിയിട്ടില്ല. എന്നാൽ അവളുടെ മനസ്സിൽ ചില ചിന്തകൾ വരുന്നു. അല്ല മോളെ, ഇൻഷാ അല്ലാ നമുക്കതൊക്കെ ചെയ്യാട്ടോ, കംപ്ലീറ്റ് ആക്കാട്ടോ. അപ്പോഴേക്കും അത് റിസ്വാന വക്കീലിനുള്ള ചായയും പലഹാരവും ഒക്കെ ഡൈനിങ് ടേബിളിൽ ഇരുന്നിരുന്നു. മോളെ വാ ഇരിക്കേ. അതൊന്നും വേണ്ടിയിരുന്നില്ല ഉമ്മ. അല്ല മോളെ, മോള് വാ കഴിക്ക്. അല്ല മോളെന്താ ഗൾഫിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു? അതെ ഉമ്മ, പോകണം. ഇൻഷാ അല്ലാ ദുആ ചെയ്യണം കേട്ടോ. മോൾ അള്ളാഹു നന്നാക്കട്ടെ. എൻ്റെ കുട്ടിയെ രക്ഷപ്പെടുത്തിയതും ഒക്കെ മോള് തന്നെയല്ലേ ഈ ഒരു രൂപത്തിലാക്കിയതൊക്കെ. എന്തായാലും മോളെ ഉണ്ടായതും വലിയ ഭാഗ്യം തന്നെ. മോളെ കഴിക്കും മോളെ. മതി ഉമ്മ മതി. അവൾ വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ഹാദിയുടെ അടുത്തേക്ക് പോയി. ഹാദിയുടെ അടുത്ത് അല്പസമയം സംസാരിച്ചിരിക്കാം എന്ന് കരുതി നേരെ ഹാദിയുടെ അരികിലേക്ക് വരുന്നു. ഹാദിയും അവളും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹാദിയക്കും വല്ലാത്തൊരു ആശ്വാസം തോന്നി. അല്ല മോളെ, പിന്നെ മോളൊന്നുകൊണ്ട് വിഷമിക്കണ്ട കേട്ടോ. മോളെ കാത്തിരിക്കുന്ന ഒരാളുണ്ടല്ലോ. അതൊക്കെ ഇൻഷാ അല്ലാ റെഡി ആവും കേട്ടോ. മോൾക്ക് അത്രക്ക് വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. പഠിച്ച റബ്ബുണ്ട്, നമ്മൾ എന്തിനാ പേടിക്കേണ്ട ആവശ്യം. വക്കീലേ, അങ്ങനെയൊന്നുമില്ല. പിന്നെ എൻ്റെ വിധിയെന്ന് വിചാരിച്ച് ഞാനങ്ങ് സമാധാനപ്പെടാണ്. പക്ഷെ ചില സമയത്ത് പുറത്തേക്കൊന്ന് ഇറങ്ങി പോകണം, ഒന്നും പുറം ലോകം കാണണം എന്നൊക്കെ തോന്നുമ്പോഴേ വല്ലാത്തൊരു വിഷമാണ്. അല്ലാഹുവേ, നീ തന്ന എൻ്റെ കാലുകൾക്ക് നന്നായിട്ട് പരിക്ക് പറ്റി. റബ്ബേ, മുറിച്ച് മാറ്റാൻ ഹോസ്പിറ്റൽ അധികൃതർ ആവശ്യപ്പെട്ടപ്പോൾ അന്ന് പിതാവ് സമ്മതിച്ചില്ല. എൻ്റെ ഉപ്പ, അതെ ഉപ്പ പറയാണ്, എൻ്റെ കുട്ടിയുടെ കാലൊരിക്കലും നിങ്ങൾ മുറിച്ച് കളയരുത്. അത് എന്തൊക്കെ തന്നെയും എത്ര തന്നെ കോടികൾ ചിലവാക്കേണ്ടി വന്നാലും തീർച്ചയായും എൻ്റെ കുട്ടിയുടെ കാലൊന്ന് റെഡിയായാൽ മതിയായിരുന്നു എന്നത് മാത്രമായിരുന്നു ചിന്ത. എന്നാൽ ഈ സമയം സഫീർ, അതെ സഫീറിൻ്റെ മനസ്സിൽ ചെറിയൊരു ഭയമുണ്ടായിരുന്നു. അതെ, നമ്മുടെ വക്കീല് മറ്റു വിവാഹത്തിന് സമ്മതിക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് സഫീർ നല്ല ടെൻഷനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ ജ്യേഷ്ഠൻ ചെയ്യാൻ പോകുന്ന ആ ഒരു ക്രൂരകൃത്യങ്ങളൊന്നും പാവം അവന് അറിയുന്നേ ഉണ്ടായിരുന്നില്ല. എന്നാൽ അന്ന് ക്ലാസ് എടുത്തപ്പോൾ അവിടുത്തെ ഉസ്താദ് പറഞ്ഞ ആ ഒരു വാക്കുകൾ അവൻ്റെ ചെവിയിലെങ്ങനെ പതിച്ചുകൊണ്ടേയിരുന്നു. ആണും പെണ്ണും
ഇഷ്ടങ്ങൾ തോന്നിയിരിക്കാം, അത് സ്വാഭാവികമാണ് അല്ലേ? നമ്മുടെ കിതാബുകൾ തന്നെ നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവുന്നു, ഖുർആനിൽ വരെയുണ്ട് അല്ലേ? ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇഷ്ടങ്ങൾ പരസ്പരം, അത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾ അത് ഹറാമായ രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് അവിടെയാണ് നമ്മൾ പോയിൻ്റ്. നമ്മൾ ഒരിക്കലും ഹറാമായ രീതിയിൽ അവരോട് ഇഷ്ടമുണ്ട്, പക്ഷെ അവളെക്കുറിച്ച് വെറുതെ ചിന്തിച്ചിരിക്കുക, അവളോട് സംസാരിക്കാൻ ശ്രമിക്കുക, അവളോട് ചാറ്റ് ചെയ്യുക, അവളെ വിളിക്കുക, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അത് ഹറാമായി കഴിഞ്ഞു. പക്ഷെ അത് നമ്മൾ തടഞ്ഞു വെക്കണം. ഞാൻ ഒരിക്കലും ഹറാമിലേക്ക് പോയി, എനിക്ക് ഇഷ്ടമുള്ളൊരു കുട്ടിയുണ്ട്, പക്ഷേ ആ കുട്ടിയെ എനിക്ക് എങ്ങനെയെങ്കിലും അവളോട് സംസാരിക്കണം, എങ്ങനെയെങ്കിലും അവളോട് മിണ്ടി പറയണം എന്നൊക്കെ വിചാരിച്ചിട്ട് അവളുടെ നമ്പർ തേടി പിടിച്ച് അവളെ വിളിച്ച് സംസാരിച്ച് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായും അത് ഹറാമാണ്. ആ ഒരു മോഹത്തെ നമ്മൾ തടഞ്ഞു വെക്കുമ്പോഴാണ് എന്ത്, നമ്മൾ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുക. അത് ക്ഷമിക്കാൻ കഴിയണം. എന്തൊക്കെ തന്നെ എത്ര സൗന്ദര്യമുള്ള പെണ്ണായിക്കോട്ടെ, പാടില്ല, നിനക്കത് അവൾ ഹലാലായിട്ടില്ല എന്നൊരു ചിന്താഗതി വരണം. ഇനി അഥവാ ഒരിക്കലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് എനിക്ക് ഒരിക്കലും അവൾ ഒഴിവാക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് വേണം, നേരിട്ട് വിളിക്കുക, പറയുക, അങ്ങനെയല്ല ചെയ്യുക. നേരിട്ട് അവളുടെ വിവാഹാന്വേഷണം നടത്തുക അവളുമായി. അവൾക്ക് സമ്മതമാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിക്കാഹ് കഴിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കൽ പോലും നമ്മൾ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും നിക്കാഹ് കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കലും വിളിയും കാര്യങ്ങളൊന്നും ഇതിൽ പെട്ടതല്ല, അത് നല്ലതല്ല. അപ്പോൾ എന്ത് വേണം, നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ട ആർക്കെങ്കിലും ഒരു പെണ്ണിനോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ മനസ്സിൽ വെച്ച് നിൽക്കുക, അല്ലെങ്കിൽ അവൾക്ക് മെസ്സേജ് അയക്കുക, അവൾക്ക് കോൾ ചെയ്യുക, അതല്ലേ വേണ്ടത്. അതെ, നിങ്ങൾ അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം, ഒരിക്കൽ പോലും അവൾ മറക്കാൻ കഴിയില്ല, അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വേണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും അവളുമായി ഒളിച്ചോടല്ലേ വേണ്ടത്, ചാറ്റ് ചെയ്യല്ലേ വേണ്ടത്. അതൊക്കെ തികച്ചു ഹറാമാണ്. എന്താണ് വേണ്ടത്, മാനമര്യാദയിൽ അവളുടെ വിവാഹം അന്വേഷിക്കുക, അവളുടെ രക്ഷിതാക്കളോട് വിവാഹം അന്വേഷിച്ചിട്ട് പറയുക, എനിക്കിങ്ങനെ താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ അവർക്കും ഇങ്ങോട്ടും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഹലാലായി കഴിഞ്ഞു. അതാണ് വേണ്ടത്. ഇപ്പോഴത്തെ ഈ ഒരു വാലൻറ്റൈൻസ് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കലും അതും ഇതും, അതൊക്കെ കടുത്ത ഹറാമ് തന്നെയാണ്. അതൊന്നുമില്ല. എവിടെ പോയാലും നമ്മൾ ഇസ്ലാമിൻ്റെ പവർ കൈവിടരുത്. ആ ഒരു ഇസ്ലാമികം അത് കൈവിട്ട്, അത് എത്ര തന്നെ വലിയ പഠിപ്പിലേക്ക് കയറി കഴിഞ്ഞാലും, നിങ്ങൾ ഇത് കഴിഞ്ഞ് വേറെ പഠിപ്പ് വലിയ വലിയ ഡിഗ്രികൾ എല്ലാം എടുത്തു കഴിഞ്ഞാലും ഒരിക്കലും ദീന് വിട്ട് എൻ്റെ മക്കൾ കളിക്കരുത്. ദീൻ അത് എവിടെ, ഞാൻ ഇസ്ലാമാണ്, ഞാൻ മുസ്ലിമാണെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ ധൈര്യം വേണം. ഭയന്ന് ജീവിക്കരുത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഹലാലാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഹറാമായ രീതിയിൽ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ച് ഇങ്ങനെ ഒരു പെണ്ണിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് കൂട്ടേണ്ട ആവശ്യമില്ല. ആഗ്രഹം സഹിക്കാൻ കഴിയാതിനാൽ നേരിട്ട് ചോദിക്കുക, എനിക്ക് വല്ലാത്ത ആഗ്രഹമുണ്ട് വിവാഹം കഴിക്കാൻ, എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും ഏതൊരു പെണ്ണിനും മനസ്സ് നലിയും ഇൻഷാ അല്ലാഹ്. എന്നാൽ അതെല്ലാം കേട്ടപ്പോൾ സഫീറിൻ്റെ മനസ്സിൽ വല്ലാത്ത സന്തോഷമായിരുന്നു. അത് എങ്ങനെയെങ്കിലും പെട്ടെന്ന് റിസ്വാനൊക്കെ നിക്കാഹ് കഴിക്കണം എന്നുള്ള ആഗ്രഹം, വീട്ടുകാരുടെ സമ്മതം കിട്ടിയിട്ടൊന്നും അതൊന്നും നടക്കൂല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് അവളങ്ങ് കയറിക്കഴിഞ്ഞു. എത്രയൊക്കെ മറക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും ഇല്ല, മറക്കാൻ കഴിയുന്നില്ലല്ലോ. ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ആഷി ഉസ്താദ് ചോദിക്കുന്നു, അല്ല ഇന്നെന്താ ഒരു മൂഡ് ഓഫ്? ആഷി, നമ്മുടെ ഉസ്താദ് പറഞ്ഞ ഒരു സ്റ്റോറി കേട്ടിട്ട്. സ്റ്റോറിയോ? അല്ല, ആ ഒരു നമുക്ക് പഠിക്കാനുള്ള ഭാഗം. ഓക്കെ ഓക്കെ, ഏത്? അത് ശരി, വിവാഹത്തെക്കുറിച്ചാണോ? ബെസ്റ്റ്, നല്ലോണം മനസ്സിലേക്ക് പിടിച്ചില്ലേ. ഇങ്ങനെ നമ്മൾ വിചാരിക്കണം, വിചാരിച്ചാൽ നമുക്ക് കിട്ടുക. എന്താഗ്രഹം ഉണ്ടെങ്കിൽ പടച്ച റബ്ബിനോട് ദുആ ചെയ്യുക, നമ്മൾ പ്രവർത്തിക്കുക. അല്ല, എന്തേ പെട്ടെന്ന് നിക്കാഹ് കഴിക്കാനുള്ള പരിപാടി എങ്ങാനും ഉണ്ടോ? എന്നാൽ ആ നിമിഷം അവൻ പറഞ്ഞു, ആഷി, ഞാൻ ഒരു കാര്യം പറയാലോ, സത്യം പറഞ്ഞാൽ മനസ്സിൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് എനിക്കിഷ്ടമല്ല. പിന്നെ തീരെ പുറത്തിറങ്ങാതെയും ഇൻഷാ അല്ലാഹ് എല്ലാം റെഡിയായിട്ട് ഓക്കെ. എന്നാൽ ആശ്വസ്ത പറഞ്ഞു, പിന്നെ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട, നമുക്ക് പെട്ടെന്ന് സെറ്റാക്കട്ടോ കാര്യങ്ങളൊക്കെ, അധികം വൈകാതെ തന്നെ. പിന്നെ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പിന്നീട് പറയാം, തൽക്കാലം അതങ്ങനെ രഹസ്യമായി നിൽക്കട്ടെ. എന്നാൽ സഫീറിൻ്റെ മനസ്സിൽ അതാ റിസ്വാന വക്കീൽ, പെട്ടെന്ന് വിവാഹം വേണം, പെട്ടെന്ന് നിക്കാഹ് കഴിക്കണം, എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരണം പറ്റുന്നുണ്ടെങ്കിൽ. ഇൻഷാ അല്ലാഹ് എനിക്കും പഠിക്കുകയും ചെയ്യാം, അവൾക്കും പഠിക്കാമല്ലോ. എക്സാമിന് കേരളത്തിലേക്ക് പോയാൽ പോരെ.
ഇൻഷാ അല്ലാ. അവൻ്റെ മനസ്സിൽ പല ചിന്തകൾ വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ അവൻ്റെ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് അവൻ്റെ മനസ്സിലുണ്ടായതും അവൻ്റെ ശരീരത്തിനൊക്കെ ഉണ്ടായ മാറ്റങ്ങളിൽ നല്ലൊരു പുരോഗതി കാണുന്നുണ്ട് ആഷി. അത് മനസ്സല്ലെങ്കിലും സന്തോഷപ്പെട്ട് കഴിഞ്ഞാൽ അത് മനസ്സിനും ശരീരത്തിനും നല്ലത് തന്നെയായിരിക്കും. മനസ്സിനല്ലേ മുഖത്തിൻ്റെ കണ്ണാടി എന്നൊക്കെ പറയുന്നത്. നല്ല രീതിയിൽ ആക്റ്റീവായിട്ടായിരുന്നു അവനെ കണ്ടത്. എന്നാൽ ആഷിയോട് പറയുന്നു, ആഷി, ഞാൻ അവളെ നിൽക്കാൻ കഴിക്കണം, ഇനി വൈകിപ്പിക്കുന്നില്ല. ആഹാ, തിരക്കേടില്ലല്ലോ, ഇവിടുന്ന് കഴിച്ചാൽ മതി, നാട്ടിലേക്ക് പോകണ്ടേ? അത് ഇൻഷാ അല്ലാ എന്തായാലും അത് ചെയ്യാം. സഫീറിൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആദ്യം നിക്കാഹ് കഴിക്കണം എന്നുള്ള ചിന്തയായിരുന്നു. റബ്ബേ റഹ്മാനെ, നീ എൻ്റെ പ്രാർത്ഥന പെട്ടെന്ന് സ്വീകരിക്കുക. എൻ്റെ ഉമ്മയും എൻ്റെ വീട്ടുകാരൊരിക്കലും സമ്മതിക്കില്ല. പക്ഷേ എൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടിയ ആ പെണ്ണിനെ ഉസ്താദിൻ്റെ പ്രഭാഷണം കേട്ടത് മുതൽ ആകപ്പാട് ആദ്യമാണ്. അത് ശരിക്കും നല്ല രീതിയിൽ അവളെ നിക്കാഹ് കഴിക്കണം, കൂടെ ജീവിക്കണം. വീട്ടുകാരൊന്നും സ്വീകരിക്കില്ല എങ്കിലും ഈ നെഞ്ചിൽ അവൾക്ക് സ്ഥാനമുണ്ട്. ശരിക്കും അതാ നമ്മുടെ സഫീർ അതിനെക്കുറിച്ച് ആലോചിച്ചു. ഇൻഷാ അല്ലാ നമുക്ക് പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടത്തണം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.